ലോ മൊമെന്റുകൾ ജീവിതത്തിൽ ഉണ്ടാകുമ്പോഴാണ് നിങ്ങൾ ദൈവത്തെ അഭിമുഖീകരിക്കുന്ന എക്സ്പീരിയൻസുകൾ നിങ്ങൾക്ക് ഉണ്ടാവാം. ലോ മൊമെന്റുകൾ ജീവിതത്തിൽ ഉണ്ടാകാൻ വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കൊന്നും വേണ്ട. പക്ഷെ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാവുമ്പോഴേ ഈ ദൈവം എന്നൊരു തോട്ട് നിങ്ങളുടെ മനസ്സിലേക്ക് വരുന്നുണ്ടെങ്കിൽ അതിനൊന്ന് മുറുകെ പിടിക്കണം. ഏതൊരു വിശുദ്ധന്റെ ജീവിതം എടുത്തു നോക്കുക, അത് ഒന്നും മനുഷ്യന്മാർക്ക് മനസ്സിലാവുന്നതായിരുന്നില്ല. കാരണം അതൊരു ഹയർ ലെവലിൽ നിന്നുണ്ടാകുന്ന ഇൻഫർമേഷനുകളെയാണ് അല്ലെങ്കിൽ ബോധ്യങ്ങളെയാണ് അവർ ഫോളോ ചെയ്യുന്നത്. ആ ഹയർ ലെവലിൽ എത്താത്ത മനുഷ്യന്മാർക്ക് എങ്ങനെയാണ് അത് മനസ്സിലാക്കാൻ പറ്റുക? സോ ആത്മീയ ബോധ്യം ലഭിച്ചിട്ടില്ലാത്ത മനുഷ്യന്മാർക്ക് അതനുസരിച്ചല്ലേ ജീവിക്കാൻ അറിയത്തുള്ളൂ. അപ്പം നിങ്ങൾ ചെയ്യുന്ന ഒരു കാര്യം, നിങ്ങളൊരു പാവപ്പെട്ടനെ സഹായിക്കണ കാണുമ്പോൾ, അല്ലെങ്കിൽ ഒരു സാധാരണ മനുഷ്യരെക്കാളും വിട്ട് നിങ്ങളൊരു നന്മ പ്രവൃത്തി ചെയ്യുന്ന കാണുമ്പോൾ അവർക്കതിന് ഉൾക്കൊള്ളാൻ പറ്റണമെന്നില്ല. സോ അപ്പം നിങ്ങൾ വിചാരിക്കുക മറ്റുള്ളവർ ഉൾക്കൊള്ളില്ലയോ എന്നുള്ള കാര്യത്തിലേക്ക് നിങ്ങൾ പോയാൽ നിങ്ങൾക്ക് ഒരിക്കലും ഈ ഉൾസ്വരം കേട്ട് മുന്നോട്ട് പോകാൻ പറ്റത്തില്ല. ഇപ്പം ഞാൻ ഈ യൂട്യൂബ് ചാനൽ ചെയ്യുമ്പോൾ തന്നെ എനിക്ക് പല ചിന്തകൾ വരാറുണ്ട്. പക്ഷെ അത് ഇവിടെ എനിക്ക് പ്രശസ്തിയില്ല. അപ്പം നിങ്ങൾ തന്നെ എന്നെ ഉപേക്ഷിച്ച് പോയാലും അതിന് പ്രശസ്തിയില്ല. എൻ്റെ ഉൾപ്രേരണയിൽ എൻ്റെ ദൈവം ആവശ്യപ്പെടുന്നതെന്ന് എനിക്കുറപ്പുള്ള കാര്യങ്ങളിൽ ഞാൻ ചെയ്യണം. അതിൽ മനുഷ്യർ കാണുന്നുണ്ടോ കാണുന്നില്ലേ എന്നുള്ളതല്ല, അവരെന്നെ ഇഷ്ടപ്പെടുന്നുണ്ടോ വെറുക്കുന്നുണ്ടോ അതൊന്നും അല്ല ഇവിടുത്തെ വിഷയം. എനിക്ക് കിട്ടുന്ന ഉൾപ്രേരണകളെ ഞാൻ ഫോളോ ചെയ്യുന്നു. അപ്പോൾ എനിക്ക് നിങ്ങളോട് ഇത്രേ പറയാനുള്ളൂ. ആത്മീയ യാത്രയിൽ ഈശോയെ നിങ്ങളെ ഹൃദയത്തിലേക്ക് കൊണ്ടുവരാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഇനി അങ്ങോട്ടുള്ള യാത്രയിൽ ഇതുപോലത്തെ ഒരുപാട് മൊമെൻറ്റുകൾ ഉണ്ടാവും. നിങ്ങൾ മിസ്അണ്ടർസ്റ്റാൻഡ് ചെയ്യപ്പെടും, നിങ്ങൾ ആളുകൾക്ക് മനസ്സിലാവില്ല, നിങ്ങളുടെ ജീവിതത്തിൽ ചോദ്യം ചെയ്യപ്പെടും, നിങ്ങളെ ഒറ്റപ്പെടുത്തും, നിങ്ങളെ ഉപേക്ഷിച്ച് കളയും. ഇതെല്ലാം ഉണ്ടാകുമ്പോഴും നിങ്ങൾ ഓർക്കണം, കർത്താവ് അറിഞ്ഞാൽ മതി. ഈ ഒരു കാര്യം നിങ്ങൾ ഒരുപാട് സഹായിക്കുന്ന ഒരു ചിന്തയാണ്. കർത്താവ് മുൻകൂട്ടി നടത്തിക്കൊണ്ടുപോയത് കൊണ്ട് അനുഭവത്തിൽ നിന്ന് ഷെയർ ചെയ്തതാണ്. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ.